ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാധമ്മ ജയനോട് ചോദിക്കുന്നത്, നിനക്ക് നാണമുണ്ടോ ജയ, രമ്യയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് രാജുവിന് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് വാക്കുകൊടുക്കാൻ? ജയൻ പറയുക, പണ്ടത്തെ ജയനാണെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നുള്ളൂ. പക്ഷേ ഞാനിപ്പം ചിന്തിച്ചത് ശ്രീലക്ഷ്മിയുടെയും ഹരീഷിൻ്റെയും കാര്യമാണ്. അവരെ രണ്ടുപേരെയും രമ്യയുടെ അമ്മ സ്വീകരിച്ചാൽ ഈ വിവാഹം നടത്താമെന്ന് ഞാൻ രമ്യയ്ക്ക് വാക്കുകൊടുത്തു. ഞാൻ ചെയ്ത് തെറ്റാണോ അളിയ? അളിയനൊന്ന് പറഞ്ഞേ. രാജുവാണെങ്കിൽ ദേഷ്യം പിടിച്ചിരിക്കുക. വേണുവട്ടം പറയുക, എടാ നീ വാക്ക് കൊടുത്താലേ വിവാഹം നടത്തണ്ടേ? അച്ഛാ, ഈ വാക്ക് കൊടുത്തത് ഈ ജയനല്ലേ, അപ്പോഴാ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. രാധമ്മ പറയുക, ജയ ഇത് വലിയ കുഴപ്പമാകും കേട്ടോ. ഇല്ല രാധമ്മേ, ഒരു കുഴപ്പവും വരാതെ ഈ ജയൻ നോക്കും. പന്തം വിഴുങ്ങിയ പെരിച്ചാഴിയെ പോലെ നിൽക്കുന്ന രാജുവിനെ നോക്കിയിട്ട് ജയൻ പറയുക, അളിയൻ ഇങ്ങോട്ടൊന്ന് വന്നേ, എനിക്ക് അളിയനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ അളിയ? ഞാൻ വിളിച്ചതല്ല, ഇങ്ങോട്ട് വാ അളിയ എന്നും പറഞ്ഞ് പിടിച്ചു വലിച്ച് രാജുവിനെയും കൊണ്ട് പുറത്തോട്ട് പോവുകയാണ്. അളിയൻ ചൂടാകരുത്, ഞാൻ പറയുന്നത് അളിയൻ സമാധാനത്തോടെ ഒന്ന് കേട്ടെ. ഇതൊക്കെ എൻ്റെ അളിയന് പറഞ്ഞു തരാൻ പേരിന് പോയി ഒരു കൂട്ടുകാരില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നല്ല ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുക, അളിയ നല്ല ഒരു അവസരം വരുമ്പോൾ അളിയൻ അത് വിനിയോഗിക്കാൻ പഠിക്കണം. അളിയന് വർമ്മ സാറിനോടുള്ള ബഹുമാനവും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അളിയനെ പ്രണയിച്ച ഋതിക മേഡത്തിൻ്റെ മനസ്സ് അളിയൻ കാണാതെ പോകുന്നത് തീരെ ശരിയുള്ള കാര്യമല്ല. ഈ പ്രണയം എന്ന് പറയുന്നൊരു വികാരം ഉണ്ടല്ലോ, അതെ കാശും പണമൊന്നും നോക്കി വരുന്ന ഒരു കാര്യമല്ല അളിയ. ഋതിക മേഡത്തിൻ്റെ കാര്യത്തിൽ അളിയൻ ഇനി എന്തൊക്കെ വാദങ്ങൾ നിരത്തിയാലും ശരി, ആ ദീപക് ചെറ്റയെ കൊണ്ട് ഋതിക മേഡത്തിനെ വിവാഹം കഴിപ്പിക്കാൻ അളിയൻ കൂട്ടു നിൽക്കരുത്. ജയൻ പറയുന്നതൊക്കെ കേട്ട് സ്വന്തമായിട്ടൊരു അഭിപ്രായം പോലും എടുക്കാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുന്ന രാജുവിനോട് ജയൻ പറയുക, ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഋതിക മേഡം അളിയൻ്റെ ഭാര്യയാണ്. രാധമ്മയും അച്ഛനും പ്രിയയും ഒക്കെ അങ്ങനെ ഋതിക മേഡത്തെ കണ്ടുപോയ അളിയ. അതുകൊണ്ടാണ് അവർക്കൊക്കെ ഈ കാര്യത്തിൽ വലിയ വിഷമം. രാജു പറയുക, അളിയ പ്ലീസ്, അളിയനെങ്കിലും എനിക്ക് കുറച്ച് സ്വസ്ഥത. ഇതൊക്കെ കേട്ട് എൻ്റെ തല മരവിച്ചിരിക്കുക. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഉപദേശം പോരാഞ്ഞിട്ടാണോ ഇപ്പോൾ അളിയൻ്റെ വകയൊരു ഉപദേശം? അളിയനെ ഇപ്പോൾ ആരാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ചേച്ചിയാണോ അതോ അമ്മയാണോ? എന്നെ വിളിച്ചു വരുത്തിയത് അവരാരുമല്ല, എന്നെ വിളിച്ചു വരുത്തിയ രമ്യയോ? അളിയനും രമ്യയും തമ്മിലുള്ള വിവാഹത്തിന് ഞാൻ കൂട്ടു നിൽക്കുന്നതിന് എനിക്ക് പൈസ ഓഫർ ചെയ്ത് എന്നെ വിളിച്ചു വരുത്തിയതാ. അളിയനോട് ഞാൻ ഒന്ന് പറയുക, അളിയനോടുള്ള എൻ്റെ ആത്മാർത്ഥതയും ഋതിക മേഡത്തെ ഞാൻ സഹോദരിയെ പോലെ കാണുന്നതും കൊണ്ട് പറയുക. അളിയൻ ഈ കാണിക്കുന്നതൊക്കെ മഹാപാവമാണ്. ആ കുട്ടി അളിയനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ ഇഷ്ടം അളിയൻ അവഗണിച്ച് ഈ ദുഷ്ടക്കൂട്ടങ്ങളുടെ ചതിയിൽപ്പെട്ട് അളിയൻ സ്വന്തം ജീവിതവും ആ മേഡത്തിൻ്റെ ജീവിതവും പടുകുഴിയിലാക്കരുത്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പഴയതുപോലാക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് മനുഷ്യർക്ക് കഴിയില്ല അളിയ. ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന രാജുവിനോട് പറയുന്നത്, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു, ഇനി അളിയൻ എന്താന്ന് വെച്ചാൽ അളിയന് തോന്നുന്ന പോലെ ചെയ് എന്നും പറഞ്ഞ് ജയൻ അങ്ങ് പോവുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് രാജുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരെത്തും പിടിയില്ലാതെ ഇങ്ങനെ മേലോട്ടും നോക്കി നിൽക്കുക. പ്രതാപവർമ്മയുടെ വീട്ടിൽ പ്രതാപവർമ്മയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട്. ആ സങ്കടത്തോടെ അയാൾ അവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അംബിക വളരെ സന്തോഷത്തോടെ അങ്ങോട്ട് ചെന്നിട്ട്, പ്രതാപ നീ ഇവിടെ ഇരിക്കുവാണോ? എന്താ ചേച്ചി? ആ ഈവൻറ്റ് മാനേജ്മെൻറ്റുകാർ വന്നിട്ടുണ്ട്, അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ചേച്ചി അങ്ങ് ചെയ്തോ. അങ്ങനെയല്ല പ്രതാപ, നീ തന്നെ സംസാരിക്കണം. നീ ഇവിടെ ഉള്ളപ്പോഴേ നിൻ്റെ മുന്നിൽ കയറി ഈ ചേച്ചി സംസാരിക്കുന്നത് ശരിയാണോ? നമ്മളുടെ കുട്ടികളുടെ കാര്യമല്ലേ നടക്കാൻ പോകുന്നത്, നീ തന്നെ മുന്നിൽ നിന്ന് എല്ലാം നടത്തണം. അതാ പ്രതാപ എൻ്റെ സന്തോഷം. എന്നാൽ ശരി ചേച്ചി എന്നും പറഞ്ഞ് പ്രതാപനെയും കൂട്ടിക്കൊണ്ട് അംബിക അങ്ങോട്ട് പോവുകയാണ്. ഈവൻറ്റ് മാനേജ്മെൻറ്റുകാർ കുറച്ച് ആൽബമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ദീപക്കിനെ കാണിക്കുവാണ്. ദീപക് അതൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതുവഴി ഋതിക പോകുന്നുണ്ട്. ഋതിക എന്നും പറഞ്ഞ് ദീപക് അവളുടെ കയ്യിൽ കയറി അങ്ങ് പിടിക്കുവാണ്. നീ അങ്ങനെ അങ്ങ് പോവല്ലേ, നിൽക്കവിടെ. വേണ്ട, നമ്മുടെ കല്യാണത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്താൻ വന്ന ഈവൻറ്റ് മാനേജ്മെൻറ്റുകാരാ. അവരെന്നെ മണ്ഡപത്തിൻ്റെ മോഡലൊക്കെ കാണിക്കുമായിരുന്നു. നീ കൂടെ ഒന്ന് നോക്കിക്കേ ഋതികെ. അത് വേണ്ട, ദീപക്ക് തന്നെ അങ്ങ് നോക്കിയാൽ മതി എന്നും പറഞ്ഞ് പോകാനൊരുങ്ങിയ ഋതികയെ അവൻ ഒരു തരത്തിലും വിടത്തില്ല. ആ സമയത്ത് ഋതിക മോളെയെന്നും വിളിച്ചുകൊണ്ട് അംബികയും പ്രതാപവർമ്മയും കൂടെ അങ്ങോട്ട് വരികയാണ്. അതെങ്ങനെയാ മോളെ, മോളുടെ അഭിപ്രായം കൂടെ പറയൂ. ഇനി അങ്ങോട്ട് നിങ്ങൾ ഒരുമിച്ചല്ലേ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത്? ഒരുപോലെ ചിന്തിച്ച് സന്തോഷത്തോടെ, അങ്ങനെയല്ലേ പ്രതാപ? അംബികയ്ക്ക് നല്ലതുപോലെ അറിയാം ഋതികയ്ക്കും പ്രതാപനും ഈ കല്യാണത്തിൽ ഒട്ടും താല്പര്യമില്ലെന്ന്. അപ്പോൾ അവരെ ഒന്ന് കുത്തി നോവിക്കുക എന്നുള്ളതാണ് അംബികയുടെ ലക്ഷ്യം. പ്രതാപ, ഇവരാ നമ്മുടെ ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാർ, ഹസീന.
സാറേ, ഞങ്ങളുടെ ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകത തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെയും സന്തോഷത്തോടെയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ പക്കൽ ഇന്നത്തെ കാലത്തെ ട്രഡീഷണലായ പല മോഡലുകളുമുണ്ട്. അവർ പറയുന്ന ഒന്നും പ്രതാപൻ ഒട്ടും താല്പര്യമില്ലാതാണ് കേൾക്കുന്നത്. ഞങ്ങളിതൊക്കെ സാറിനെ കാണിക്കാം, സാറിൻ്റെ അഭിപ്രായം പറയണം എന്നിങ്ങനെ പറയുമ്പോൾ പ്രതാപൻ ഇങ്ങനെ പെട്ടെന്ന് ഋതികയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് സങ്കടപ്പെടുവാണ്. അംബിക പെട്ടെന്ന് അങ്ങോട്ട് കയറി പറയുക, അഭിപ്രായം പറയേണ്ടത് പ്രതാപൻ മാത്രമല്ല, ദീപക്കും ഋതികയും കൂടെ ചേർന്ന. അങ്ങനെയല്ലേ പ്രതാപ എന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ ഇങ്ങനെ താഴോട്ട് കുനിഞ്ഞിരുന്നോണ്ട് ആ അതെ എന്നാണ് പറയുന്നത്. തൻ്റെ ഇടത്തോടെ അംബികയുടെ മുന്നിൽ നിന്നും ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമല്ലെന്ന് പറയാൻ പ്രതാപനും ധൈര്യമില്ല. അംബിക അവിടെ നിന്ന് അങ്ങനെ ഈവൻറ്റ് മാനേജ്മെൻറ്റുകാരെക്കുറിച്ച് ഒരുപാടങ്ങ് പുകഴ്ത്തുവാണ്. ഇതൊക്കെ ഒട്ടും താല്പര്യമില്ലാതെ പ്രതാപൻ അവിടെ ഇങ്ങനെ കേട്ടിട്ട് സങ്കടത്തോടെ ഋതികയെ നോക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് അംബിക ചോദിക്കുന്നു, നീ എന്താ പ്രതാപ ഒന്നും മിണ്ടാതിരിക്കുന്നേ? നിന്റെ അഭിപ്രായം കൂടി പറയൂ. ഹസീന എന്നല്ലേ പേര് പറഞ്ഞിരിക്കുന്നത്? ചേച്ചി പറയുന്നത് പോലെ എല്ലാം ചെയ്യണം. ക്യാഷിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ആയിരിക്കണം നിങ്ങളെല്ലാം ചെയ്യേണ്ടത്. അതിനൊരു കുറവും വരുത്തരുത്. ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്തോളാം സാർ. ഞങ്ങൾക്ക് ഈ വർക്ക് കിട്ടിയത് തന്നെ വലിയ അഭിമാനമാണ്. ഞങ്ങൾക്ക് ഈ വർക്ക് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് സാർ. ഒന്നും മിണ്ടാനാകാതെ, എതിർത്തൊരു അഭിപ്രായം പോലും പറയാനാകാതെ സങ്കടത്തോടെ ചങ്ക് പൊട്ടി ഋതിക ഇതെല്ലാം അവിടെ നിന്ന് കേട്ടോണ്ട് നിൽക്കുവാണ്. ആ സമയത്ത് രാജു അങ്ങോട്ട് വരുന്നുണ്ട്. രാജുവിനെ കണ്ടിട്ട് പെട്ടെന്ന് അംബിക പറയുക, ആ ഇനി നമ്മൾ ടെൻഷൻ അടിക്കേണ്ട, എല്ലാ കാര്യങ്ങളും രാജു കൃത്യതയോടെ തന്നെ നോക്കും. രാജു വർമ്മ സാറിനോട് പറയുന്നത്, വർമ്മ സാറേ ഞാൻ ഇലക്ഷന് സംബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അംബിക പറയുക, ഇത് മര്യാദയാണോ രാജു? ഈ കുടുംബത്തിലൊരു കല്യാണം നടക്കുമ്പോൾ നീ ഇലക്ഷൻ്റെ പുറകെ പോവുകയാണോ വേണ്ടത്? ഇത്രയും നേരം അച്ഛനെയും മോളെയും വേദനിപ്പിച്ചത് പോരാഞ്ഞിട്ടാണ് അംബിക ഇനി രാജുവിനെയും കൂടെ വേദനിപ്പിക്കാൻ പോകുന്നത്. രാജു, ഈ വിവാഹത്തിൻ്റെ A to Z കാര്യങ്ങളെല്ലാം നീ തന്നെ വേണം നോക്കാൻ. സങ്കടത്തോടെ പ്രതാപവർമ്മ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നു. ഋതികയാണെങ്കിൽ ശ്വാസം നിലച്ചതുപോലെ നിൽക്കുന്നു. എന്ത് പറയണോ എന്ത് ചെയ്യണോ എന്നറിയാതെ ഒരു പൊട്ടനെ പോലെ രാജു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മിഴിച്ചു നിൽക്കുവാണ്. പ്രതാപവർമ്മ സങ്കടത്തോടെ രാജുവിനെ ഒന്ന് നോക്കുന്നുണ്ട്. ഇപ്പോഴെങ്കിലും ധൈര്യത്തോടെ പറയടാ പൊട്ട, എനിക്ക് ഋതികയെ വേണമെന്ന് എന്നായിരിക്കും പ്രതാപവർമ്മയുടെ മനസ്സിൽ. അംബിക രാജുവിനെ വിടുന്ന ലക്ഷണമില്ല. എന്താ രാജു, നിനക്ക് ഈ വിവാഹത്തിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുന്നതിൽ വല്ല വിഷമമുണ്ടോ? ഇനി നിന്റെ മനസ്സിൽ വേറെ വല്ല ദുരുദ്ദേശം ഉണ്ടോ? അംബിക എങ്ങനെ പറഞ്ഞപ്പോഴും പ്രതാപൻ രാജുവിൻ്റെ മുഖത്തോട്ട് നോക്കുന്നു. ഇപ്പോഴെങ്കിലും പറഞ്ഞുകൂടേടാ എന്നിങ്ങനെയുള്ള ഭാവത്തിൽ രാജു പറയുക, സത്യമായിട്ട് എൻ്റെ മനസ്സിൽ ഒരു ദുരുദ്ദേശവും ഇല്ല മാഡം. ഈ വിവാഹം നല്ല രീതിക്ക് നടക്കണ്ടേ? ആ നടക്കണം മാഡം. എങ്കിൽ നീ തന്നെ മേൽനോട്ടം നടത്തണം. സാനിയ മോളുടെ വിവാഹത്തിന് നീയല്ലേ മേൽനോട്ടം നോക്കിയത്? അതുപോലെ ഈ വിവാഹത്തിന് നീ തന്നെ മേൽനോട്ടം നോക്കണം. പ്രതാപൻ സങ്കടത്തോടെ രാജുവിനെ നോക്കിയിട്ട് പറയുക, രാജു ചേച്ചി പറയുന്ന പോലെ എല്ലാ കാര്യത്തിലും നിന്റെ ഒരു മേൽനോട്ടം ഉണ്ടാവുമല്ലോ. എല്ലാവരുടെയും മുഖത്തോട്ട് നോക്കിയിട്ട് രാജു പറയുക, ഉണ്ടാകും സാർ. അവസാനത്തെ പ്രതീക്ഷയും കൈവിട്ടെന്ന് മനസ്സിലാക്കിയ പ്രതാപൻ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കിക്കോ എന്നും പറഞ്ഞ് എഴുന്നേറ്റങ്ങ് പോവുകയാണ്. പുറത്തോട്ട് പോകാനിറങ്ങിയ ഋതികയെ അംബികയോടെ പിടിച്ചു നിർത്തിയിട്ട് പറയുക, ഋതിക മോൾ അവിടെ നിന്നേ, ഇനി കുറച്ച് കാര്യങ്ങളൂടുണ്ട്. ഹസീന കാണിക്കുന്ന ആ ഡിസൈനുകളൊക്കെ മോളോടൊന്ന് സെലക്ട് ചെയ്യും. അത് വേണ്ട അമ്മായി, ദീപക്ക് തന്നെ അങ്ങ് സെലക്ട് ചെയ്തോളും. നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, നീ ഇവിടെ തന്നെ നിൽക്കണേ, ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഹസീനെ, നിനക്ക് രാജുവിനെ മനസ്സിലായില്ലേ? എനിക്ക് രാജുവിനെ അറിയാവുന്നതാണല്ലോ മാഡം. ഈ വീട്ടിലെ ഞങ്ങൾ പറയുന്ന എന്ത് പണിയും ചെയ്യുന്നവനായിവൻ. ഞങ്ങൾ കൊടുക്കുന്ന ഏത് പണിയായാലും ചെയ്യുന്നവൻ ഒരു മടിയും ഇല്ലാത്തവനായിവൻ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം മാഡം. ആഹാ, അതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് ദീപക് സാർ പറഞ്ഞു. രാജുവിനും ഋതികയ്ക്കും മനസ്സിലായി എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ഒത്തുകളിയാണ്. എത്രത്തോളം രാജുവിനെയും ഋതികയെ നോവിക്കാവോ അതിനുള്ള പ്ലാനാണെന്ന് അവർക്ക് മനസ്സിലായി. ഹസീനയുടെ കണക്ക് രാജുവിനോട്, രാജുവിൻ്റെ സഹായമൊക്കെ ഞങ്ങൾക്കുണ്ടാവുമല്ലോ, ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കുണ്ടാക്കത്തില്ലല്ലോ. അത് കേട്ടിട്ട് രാജു ഒരർത്ഥം വെച്ച് പറയുന്ന പോലെ, ഏയ് ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കത്തില്ല. ഇതൊക്കെ രാജുവിന് മനസ്സിലാകുന്നുണ്ട്. വർമ്മ സാറിൻ്റെ വിഷമവും ഋതികയുടെ പ്രണയവും മാത്രം അവന് മനസ്സിലാകുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അംബിക പറയുക, എന്തും ചെയ്യുമെന്ന് പറഞ്ഞാൽ കല്യാണ ദിവസം മുറ്റമടിക്കാൻ പറഞ്ഞാൽ നീ അതും ചെയ്യുമല്ലോ. ഇത് കേട്ടിട്ട് ഋതികയ്ക്ക് കോപം എരച്ച് വരുന്നുണ്ട്. രാജുവിനും സങ്കടവും ദേഷ്യവും കണ്ണിൽ വരുന്നുണ്ട്. പെട്ടെന്ന് ദീപക് പറയുക, പിന്നല്ലാതെ മുറ്റം അടിച്ചു വരാൻ പറഞ്ഞാൽ അവൻ അതും ചെയ്യുമമ്മേ. തറ തുടയ്ക്കാൻ പറഞ്ഞാൽ അവൻ അതും ചെയ്യും. ഇനിയിപ്പോൾ വെൽക്കം ഡ്രിങ്ക്സ് കൊടുക്കാൻ പറഞ്ഞാൽ അതും അവൻ കൊടുക്കും. ഇതെല്ലാം കേട്ട് ഋതിക സങ്കടപ്പെടുന്നത് നോക്കുന്നുണ്ട് അംബിക. അത് കണ്ടിട്ട് അവൾ അങ്ങ് പുഞ്ചിരിക്കുവാണ്. എടാ ദീപക്കെ, ഒന്നുമില്ലെങ്കിലും അവൻ പ്രതാപൻ്റെ PA അല്ലേ. ഈ ജോലിയൊക്കെ നമ്മൾ അവന് കൊടുത്താൽ അവൻ എങ്ങനെയാ ചെയ്യുന്നേ? അമ്മയൊന്ന് പോമ്മേ, അമ്മാവന് വേണ്ടി ചാകാൻ വരെ അവൻ തയ്യാറാ. പിന്നെയാണോ ഈ ജോലികൾ? അങ്ങനെയാണെങ്കിൽ അതൊന്നും അറിയണമല്ലോ.
ഹസീനെ, ദീപക്ക് പറഞ്ഞതൊക്കെ ശരിയാ. ഇവൻ എന്ത് പണിയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഈ പുറമെ പണിക്കാരെ ഒന്നും വിളിക്കണ്ട കേട്ടോ. മുറ്റം വൃത്തിയാക്കുന്നതിനും തൂത്ത് തുടയ്ക്കുന്നതിനും നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായത്തിനും രാജു ഉണ്ടാകും. രാജുവിൻ്റെ ആത്മാർത്ഥത എത്രയുണ്ടാകും നമുക്ക് കാണാമല്ലോ. രാജുവിന് ദേഷ്യം കൊണ്ട് കണ്ണൊക്കെ ചുമക്കുന്നുണ്ട്. അവൻ പറയുക, അംബിക മേഡം പറഞ്ഞാൽ മതി, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. കണ്ടോടാ ദീപക്കെ, വിശ്വസ്തനായാൽ ഇങ്ങനെ വേണം. എടാ ദീപക്കെ, നമ്മുടെ വീട്ടിലൊരു നായ ഉണ്ടായിരുന്നല്ലോ. അതിന് 3 നേരവും ആഹാരം കൊടുത്താൽ അത് കഴിച്ചിട്ട് എവിടെയെങ്കിലും പോയങ്ങ് കിടക്കും. നമ്മൾ വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് വാലാട്ടും, അല്ലാതെ എന്തെങ്കിലും ഒരു പണി അത് ചെയ്യുവോ? നമ്മളൊരാളെ ജോലിക്ക് നിർത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനെ രാജുവിനെ പോലുള്ള ഒരാളെ നിർത്തണം. ഹൃതിക സങ്കടവും ദേഷ്യവും കൊണ്ട് സഹിക്കാൻ വയ്യ രാജുവിനെ നോക്കുവാണ്. ഇത്രയൊക്കെ അപമാനിച്ചിട്ടും ഹൃതിക എൻ്റെ പെണ്ണാ എന്ന് പറയാൻ രാജുവിന് തോന്നുന്നില്ലല്ലോ. അംബിക രാജുവിനെ അപമാനിച്ചവളുടെ കൊതി തീർന്നില്ല. വീണ്ടും പറയുക, 3 നേരം ആഹാരം കൊടുക്കണമെന്നുണ്ടെങ്കിലേ ഇവരെ പോലെയുള്ളവന് വേണം കൊടുക്കാൻ. അംബികയുടെ കരണം തല്ലിപ്പൊട്ടിക്കണമെന്നുണ്ട് ഹൃദയക്ക്. പക്ഷെ എന്ത് ചെയ്യാനാ, രാജു കൂടെ ഇല്ലല്ലോ. നീ കണ്ടു പഠിക്കടാ ദീപക്കെ രാജുവിനെ. എനിക്കതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോമ്മേ? അത് ശരിയാ. സങ്കടവും ദേഷ്യവും സഹിക്കാൻ വയ്യാതെ ഹൃദയ രാജുവിനെ തറച്ചൊന്ന് നോക്കിയിട്ട് പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് അകത്തോട്ട് ഓടി പോവുകയാണ്. രാജു പറയുക, എന്നാൽ ശരി മേഡം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പുറത്തുണ്ടാകും. അംബിക ചിരിച്ച് കളിയാക്കിക്കൊണ്ട് പറയുക, നീ പുറത്തുപോയി നിന്നോ, ഇനി ഈ വീട്ടിൽ നിന്റെ സ്ഥാനം പുറത്തായിരിക്കും. ആ അമ്മയോടും മോനോടും എതിർത്തൊന്നും പറയാനാകാതെ ദീപക്ക് തലയും കുനിഞ്ഞ് പുറത്തുപോയി നിൽക്കുവാണ്. രാജു ഫോൺ ചെയ്യുവാണ്, ഇല്ല ജിജോ വർഗീസേ, ഇനി ഞാനും ശേഖരൻ സാറും ഒക്കെ വിവാഹം കഴിയുന്നത് വരെ നല്ല തിരക്കിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ധൈര്യമായിട്ട് നോക്കി നടത്തിക്കോ. 1-2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളു. അപ്പോൾ ഈവൻസുകാരുടെ ഫോൺ രാജുവിൻ്റെ ഫോണിലേക്ക് വരുന്നുണ്ട്. രാജു ആ ഫോൺ അറ്റൻഡ് ചെയ്യുവാണ്. ഓ, ഈവൻസുകാരാണില്ലേ, വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ വേറെ ഒരു ഈവൻസുകാരെ ഏൽപ്പിച്ചിരിക്കുവാണ്, സോറി കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഋതിക അവിടെ നിൽക്കുവാണ്. ദൈവമേ, ഋതിക മേഡം. എന്താ രാജു, എങ്ങോട്ടാ ഓടി രക്ഷപ്പെടേണ്ടതെന്ന് ആലോചിക്കുവാണോ? ഹൃദയവേദനയോടെ തൊണ്ട ഇടറിക്കൊണ്ട് ഋതിക പറയുക, രാജു, നാളെ എൻ്റെ വിവാഹമാണ്. ശരി മേഡം, ഞാൻ ആ വിവാഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അതെ മേഡം, ഞാൻ വിവാഹകാര്യത്തിൻ്റെ തിരക്കിൽ തന്നെയാണ്. എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണമെന്ന് എല്ലാവരും ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ? ഇപ്പം തന്നെ ഞാൻ ആകെ ടയേർഡാ. അതെയോ രാജു, നീ എന്താ ഇങ്ങനെ? നിന്റെ മനസ്സിൽ യാതൊരു വിഷമവും ഇല്ലേ? ഋതികയുടെ ആ ചോദ്യത്തിന് മുന്നിൽ രാജുവിന് കള്ളം പറയാൻ പറ്റുന്നില്ല. രാജു ഇങ്ങനെ സങ്കടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. അമ്മാവിയും ദീപക്കും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു മാനുഷിക പരിഗണന പോലും തരാതെ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടും യാതൊരു കൂസല് പോലും ഇല്ലാതെ ഇവിടെ വന്നിങ്ങനെ നിൽക്കാൻ നിനക്കിത് എങ്ങനെ കഴിയുന്നു രാജു? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രാജു നിനക്കൊന്നും മനസ്സിലാകില്ലെന്ന് വെച്ചാൽ? ഞാൻ സങ്കടത്തോടെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. ഞാൻ എൻ്റെ പ്രണയം പറഞ്ഞാൽ അതും നിനക്ക് മനസ്സിലാകത്തില്ല. ദീപക്ക് നിന്നെ മനഃപൂർവ്വം കുഴപ്പത്തിലാക്കിയാൽ അത് നീ കാര്യമാക്കത്തില്ല. അമ്മായി എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ ഇൻസൾട്ട് ചെയ്താലും അതും നീ മൈൻഡ് ചെയ്യത്തില്ല. കരഞ്ഞോണ്ട് ഋതിക ചോദിക്കുക, എന്താ രാജു ഇങ്ങനെ? എന്താ രാജു നീ ഇങ്ങനെയായിപ്പോയെ? സങ്കടം ഉള്ളിലൊതുക്കിക്കൊണ്ട് രാജു പറയുക, ഞാൻ ഇങ്ങനെയാ മേഡം. ഞാൻ മാത്രമല്ല, പട്ടിണിയും പ്രാരാബ്ധമുള്ള എൻ്റെ പ്രായത്തിലുള്ള എല്ലാ ചെറുപ്പക്കാരും ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ സന്തോഷിക്കാനോ അഭിപ്രായം പറയാനോ ഒരു പ്രശ്നത്തിൽ ഇടപെടാനോ എന്തിന് ജോലി ചെയ്യുന്നിടത്ത് ഒരു അപമാനം ഉണ്ടായാൽ അതിന് പ്രതികരിക്കാനോ കഴിയില്ല. അത് ഞങ്ങളുടെ തലയിലെഴുത്താ. സങ്കടത്തോടെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് രാജു പറയുക, ദൈവം തലയിലെഴുതിയത് ആർക്കും മായ്ക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് ആഗ്രഹിക്കാൻ യോഗ്യതയില്ല. അഥവാ ആഗ്രഹിച്ചാൽ തുറന്നു പറയാൻ അനുവാദമില്ല. വിങ്ങി പൊട്ടിക്കൊണ്ട് രാജു പറയുക, ഇനി പക്ഷെ തുറന്നു പറയേണ്ടി വന്നാലോ? ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ സ്വപ്നം കണ്ട് നിരാശനാകുന്നതിനേക്കാളും നല്ലതല്ലേ മേഡം അവൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് സാധാരണക്കാരൻ അവൻ്റെ ഉള്ള ജീവിതം സന്തോഷത്തോടെ ജീവിച്ചു തീർക്കുന്നത്? ഞാൻ സംസാരിച്ച് ഒരുപാട് കാട് കയറി ഇല്ലേ മേഡം? ഞാൻ സംസാരിച്ചത് എന്താണെന്ന് മേഡത്തിന് മനസ്സിലായല്ലോ. ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച സാധാരണക്കാരനാണ്. എനിക്ക് എൻ്റേതായ ഒരുപാട് പരിമിതികളും നിയന്ത്രണ രേഖകളും ഉണ്ട്. അതിനുള്ളിൽ നിന്ന് എനിക്കിപ്പോൾ എല്ലാം ശീലമായി. ഇതൊക്കെ കേട്ടിട്ട് ഋതിക വീണ്ടും പറയുവാണ്, ഞാൻ എന്തു പറഞ്ഞാലും രാജു നിനക്ക് മനസ്സിലാവത്തില്ല. രാജു സങ്കടം ഉള്ളിലൊതുക്കി ഹൃദയവേദനയോടെ ഒരു കള്ളപ്പുഞ്ചിരി മുഖത്തിൽ വരുത്തിക്കൊണ്ട് പറയുന്നു, ഋതിക മേഡത്തിൻ്റെ വിവാഹത്തിന് ഈ രാജുവിൻ്റെ എല്ലാ മംഗളവിധമായ ആശംസകളും എന്ന് പറഞ്ഞുകൊണ്ട് രാജു ഋതികയുടെ നേരെ കൈനീട്ടുവാണ്. ഋതികയ്ക്ക് മനസ്സിലാകുന്നുണ്ട് രാജുവിന് പ്രണയം തന്നോടുണ്ടെന്ന്.
അത് തുറന്നു പറയാനുള്ള രാജുവിൻ്റെ ധൈര്യക്കുറവാണെന്നും മനസ്സിലായി. അപ്പോൾ ഫ്രണ്ട്സ്, രാജു ദീപക്കിൽ നിന്നും ഋതികയെ രക്ഷപ്പെടുത്തുകയും ചെയ്യും, രാജു തന്നെ ഋതികയെ വിവാഹം ചെയ്യുകയും ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.